നമസ്കാരം, എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. ക്രിസ്മസിനോട് അടുത്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് ക്രിസ്മസ് ആഘോഷിക്കാനായിട്ട് നമ്മളൊക്കെ ഒരുങ്ങി കാത്തിരുന്ന് ഇപ്പോൾ ക്രിസ്മസ് ഇതാ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. ശരിക്കും ആമ്പല്ലൂരിൽ ഇത്തവണ ഒരു മെഗാ പുൽക്കൂട് തന്നെയാണ്. ഏക്കർ കണക്കിന് സ്ഥലത്ത് വിസ്മയ കാഴ്ചകളുടെ ഒരു മഹാത്ഭുതം തന്നെ ഒരുക്കിക്കൊണ്ടാണ് ഇവിടെ ഒരുങ്ങിയിരിക്കുന്നത്. ക്രിസ്മസ് വില്ലേജ് ആണ് ആമ്പല്ലൂരിൽ ഒരുങ്ങിയിട്ടുള്ളത്. ഈ ഒരു ക്രിസ്മസ് വില്ലേജ് ശരിക്കും ആസ്വദിക്കാനും എൻജോയ് ചെയ്യാനുമായിട്ട് എല്ലാവരെയും ഇപ്പോ NCTV ജസ്റ്റ് ഒന്ന് ക്ഷണിക്കുകയാണ്. എല്ലാ വർക്കുകളും പൂർണ്ണമായിട്ട് കംപ്ലീറ്റ് ആയിട്ടില്ല. വർക്കുകൾ അതിന്റെ ഒരു ഫിനിഷിംഗ് ടച്ചിലാണ് എന്ന് തന്നെ പറയേണ്ടി വരും. ഇന്ന് നമ്മളിവിടെ എത്തിയിരിക്കുന്നത് ഡിസംബർ 23 രാത്രിയിലാണ്. ഈ ഒരു രാത്രി കൂടിയാണ്, അല്ലെങ്കിൽ നാളെ പകല് കുറച്ച് സമയം കൂടിയാണ് ഇവിടെ ഇനി വർക്ക് ചെയ്യാനായിട്ടുള്ള സമയമുള്ളൂ. നാളെ മുതൽ തന്നെ ഇവിടേക്ക് നൂറുകണക്കിന് ആളുകൾ കുടുംബസമേതം കടന്നു വന്ന് ഇവിടെയുള്ള എല്ലാ വിസ്മയ കാഴ്ചകളും കണ്ട് ആസ്വദിച്ച് ഈ ഒരു ക്രിസ്തുമസ് കാലം ശരിക്കും എൻജോയ് ചെയ്യുമെന്നുള്ളത് ഉറപ്പാണ്. ഏക്കർ കണക്കിന് സ്ഥലത്താണ് ഇത് ഒരുക്കിയിട്ടുള്ളത്. ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്കൊക്കെ നമുക്ക് പോകാം. ഇതിന്റെ ശില്പികളെ നമുക്ക് പരിചയപ്പെടാം. അവരോട് ഇതിനെക്കുറിച്ച് കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് ചോദിച്ചറിയണം. തീർച്ചയായിട്ടും പ്രേക്ഷകർ ഇത് മുഴുവൻ കാണുക. ഈ ഒരു വീഡിയോ പൂർണ്ണമായിട്ടും കാണുക. അപ്പോഴാണ് നമുക്ക് ഇവിടെ എന്തൊക്കെ കാഴ്ചകളുണ്ട് എന്നുള്ളത് വളരെ ചുരുങ്ങി മനസ്സിലാക്കാനായിട്ട് പറ്റുള്ളൂ. പക്ഷെ നേരിട്ട് വരുമ്പോഴാണ് ഒരു മണിക്കൂറിലധികം നമുക്ക് നടന്ന് കാണാനുള്ള ഒരുപാട് കാഴ്ചകൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് കാഴ്ചകളിലേക്ക് പോകാം. ആമ്പല്ലൂരിലെ ക്രിസ്മസ് വില്ലേജിന്റെ ഉള്ളിലേക്ക് നമ്മൾ കടന്നു കഴിഞ്ഞാൽ ശരിക്കും പലയിടത്തും മനോഹരമായ മൊട്ടക്കുന്നുകളൊക്കെയാണ് ഇങ്ങനെ ഒരുക്കി വെച്ചിരിക്കുന്നത്. അതിലൊക്കെ ഇങ്ങനെ മനോഹരമായി പുല്ല് ഇങ്ങനെ വളർന്നു വരുന്നത് നമുക്ക് കാണാൻ പറ്റും. പിന്നെ ചില സ്ഥലത്തൊക്കെ ഇങ്ങനെ ആർട്ടിഫിഷ്യലായിട്ട് മഞ്ഞ് പെയ്യുന്ന ഒരു രംഗസജ്ജീകരണമൊക്കെ അവിടെ ശരിക്കും ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ആർട്ടിഫിഷ്യൽ മഴയുണ്ട്. അപ്പൊ ശരിക്കും ഇതുവഴി കടന്നു പോകുന്ന ആളുകൾക്ക് ഒരു നനുത്ത മഴ പെയ്യുന്ന സമയത്ത് മൂന്നാറിലെ താഴ്വരകളിലൂടെ നടന്നു പോകുന്ന ഒരു അനുഭൂതിയാണ് ശരിക്കും ഇവിടെ ഈ ഒരു ക്രിസ്മസ് വില്ലേജ് ഒരുക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ക്രിസ്മസ് കാലഘട്ടത്തിൽ നമുക്ക് മൂന്നാറിലേക്ക് യാത്ര പോകേണ്ട ആവശ്യമില്ല. കുടുംബമൊത്ത് നമുക്ക് ആമ്പല്ലൂർ വരെ വന്നാൽ മതി. 1 മണിക്കൂറിലധികം നടന്ന് കാണാനുള്ള വിസ്മയകരമായ ഇതുപോലുള്ള ഒരുപാട് കാഴ്ചകളാണ് ഈ ഒരു ക്രിസ്മസ് വില്ലേജിൽ ഒരുക്കിയിട്ടുള്ളത്. ഇപ്പൊ നമ്മൾ എത്തിയിരിക്കുന്നത് ഗുഹയ്ക്കകത്താണ്. ഒരു ദീർഘമായ ഒരു ഗുഹ തന്നെയാണ്. കുറച്ചധികം അങ്ങോട്ട് നടക്കാനുണ്ട്. അപ്പൊ ഇതിനകത്ത് ഇനി മൃഗങ്ങളും മറ്റ് രൂപങ്ങളും അങ്ങനെയുള്ള ഓരോ കൗതുകകരമായിട്ടുള്ള വസ്തുക്കളൊക്കെ ഇനി വരാനുണ്ട്. ഈ ഒരു കാണുന്ന സെറ്റപ്പിലായിരിക്കില്ല ഇതിന്റെ ലൈറ്റിങ്. ഇതിപ്പോ ഇവിടെ പെയിന്റിങ്ങും വർക്കുകളും നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. നമ്മൾ ഇത് എടുക്കാൻ വേണ്ടി വന്ന സമയത്ത് ഫിനിഷിംഗ് ടച്ചാണ്. ആ ഒരു ഫൈനൽ സ്റ്റേജിലെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ ശരിക്കും ഇവിടെ വന്ന് കാണുമ്പോൾ നമുക്ക് ഒത്തിരി കാഴ്ചകൾ കാണാനും ഒരു തുരങ്കത്തിലൂടെ നമ്മൾ കടന്നു പോകുന്ന പോലെ ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു വന്യമായ അനുഭവം നൽകുന്ന ഒരു ഗുഹയിലൂടെയുള്ളൊരു യാത്രയും ഈ ഒരു ക്രിസ്മസ് വില്ലേജിലെ ഒരുക്കിയിട്ടുണ്ട്. ഈ ആമ്പല്ലൂരിലെ മനോഹരമായിട്ടുള്ള ക്രിസ്മസ് വില്ലേജിന്റെ പുറകിലുള്ള പ്രധാനപ്പെട്ട വ്യക്തികളിൽ ഒരാളാണ് നമ്മുടെ കൂടെയുള്ളത്, സജി പാനോക്കാരൻ. നമുക്ക് അദ്ദേഹത്തോട് ചോദിച്ചറിയാം, എന്താണ് ഇത്രയും വിശാലമായ ഒരു ഏരിയയിൽ ഇത്രയും മനോഹരമായ ഒരുപാട് ഐറ്റംസ് ഒക്കെ ആയിട്ട് ഈ ഒരു ക്രിസ്മസ് വില്ലേജ് ഒരുക്കാനുള്ള ഒരു കാരണം എന്താണ്? എൻ്റെ ഫ്രണ്ട് ഷാജു മാമറമ്പൻ എന്നെ സമീപിച്ച് പറഞ്ഞു, സജി നമുക്കൊരു പുൽക്കൂട് അതായത് ക്രിസ്മസ് വില്ലേജ് ഒരുക്കണം. അപ്പൊ ഞാൻ ആദ്യം കേട്ടപ്പോൾ ഒരു പ്രാന്തൻ ആശയാണ് ഞാൻ മനസ്സിലാക്കിയത് പെട്ടെന്ന്. പിന്നെ അവൻ ഞാൻ നോക്കിയപ്പോൾ ഞങ്ങളുടെ ഇടവപ്പള്ളി കല്ലൂർ കഴിക്കിയ പള്ളിയിൽ കഴിഞ്ഞ വർഷത്തെ ഒരു 1.5 ഏക്കറയിൽ പുൽക്കൂട് ഇതേമാതിരി വില്ലേജ് നിർമ്മിച്ചിരുന്നു. അത് ഏകദേശം ഒരു 50,000-60,000 ആൾക്കാരെ വന്ന് സന്ദർശിച്ചു പോയി. അത് ഇവന് പ്രചോദനമാക്കി എൻ്റെ ഫ്രണ്ട് മാമർമൻ ഷാജുവിന്. അപ്പൊ അദ്ദേഹം എന്നോട് വന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾ ചെറുപ്പം തൊട്ട് കളിക്കൂട്ടുകാരാണ്. എന്നോട് പറഞ്ഞപ്പോൾ ആദ്യം ഭീതിയായിരുന്നു ഈ ഇത്ര വലിയ സംഭവത്തിനെ കുറിച്ച്. പിന്നെ നമ്മൾ കുറച്ച് ദിവസം ഇരുന്ന് അതിനെ കുറിച്ച് കംപ്ലീറ്റ് അവനൊരു സ്വപ്നമാണെന്ന് പറഞ്ഞു, സ്വപ്ന പദ്ധതിയാന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ മൊത്തം ആലോചിച്ചു. പിന്നെ നമ്മൾ മുന്നോട്ട് ഇറങ്ങി ഇത് നിർമ്മിക്കാനായിട്ട്. ജനങ്ങൾക്ക് ആസ്വദിക്കാനായിട്ട് ഒരു അവസരം ഒരുക്കുക മാത്രമാണോ, അതോ നമുക്ക് ഏതെങ്കിലും രീതിയിൽ ഫണ്ട് ജനങ്ങളിൽ നിന്ന് വരാനുള്ള സംഭാവനയായിട്ടോ അല്ലെങ്കിൽ ടിക്കറ്റായിട്ടോ ഏതെങ്കിലും രീതിയിൽ ഒരു സാഹചര്യം ഉണ്ടോ? അതായത് ഫണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നല്ല ചെലവുണ്ട്. അതിനെ പറ്റി ഞാൻ പറയുന്നില്ലേ, ചെലവിനെ പറ്റി. ഈ പറമ്പിലേക്ക് തന്നെ നമ്മള് ഈ ആശയം കൊണ്ടുവന്നപ്പോൾ ഈ പറമ്പാണ് നമ്മൾക്ക് ആദ്യം ചൂണ്ടിക്കാണിച്ചത്. ഇതിപ്പോ ജോർജ് ടൗൺ, നേരെപ്പറമ്പ ജോർജാണ്ടിയാണ് ഈ സ്ഥലം. ഇതിപ്പം ഇത്രയും ഏരിയയില് ഇത്രയും മനോഹരമായിട്ടുള്ള സംവിധാനങ്ങളൊക്കെ ഒരുക്കി വരണമെങ്കിൽ വലിയൊരു തുക ഇതിന് ചെലവായിട്ടുണ്ടാവും. പക്ഷെ ഈ ഒരു ചെലവായ തുക നമുക്ക് ഇനി എങ്ങനെ തിരിച്ചു കിട്ടും? ഇപ്പം ഇപ്പൊ പള്ളികളിലും മറ്റു സ്ഥലങ്ങളിലൊക്കെ ആണെങ്കിൽ ജനങ്ങളുടെ സംഭാവനയും അങ്ങനെയൊക്കെ ഒരുപക്ഷെ പൈസ വരും. ഇവിടെ അതിനുള്ളൊരു സാധ്യത കുറവാണ്. അപ്പൊ എങ്ങനെയാണ് നമുക്ക് ഇത് കണ്ടെത്താനായിട്ട് ഉദ്ദേശിക്കുന്നത്? ഇതിൽ നിന്നൊരു ലാഭം നമുക്ക് ഉണ്ടാവുമോ? അതിനുള്ളൊരു സാധ്യത കാണുന്നില്ലെങ്കിലും
ഉണ്ടാവുമോ, ഉണ്ടായാൽ അത് എന്ത് ചെയ്യും, അങ്ങനെയുള്ള ഇതിന്റെ സാമ്പത്തിക വശത്തെ കുറിച്ച് ഒന്ന് പറയാം. ഇപ്പോഴത്തെ കണ്ടീഷനില് ലാഭത്തിനെ കുറിച്ച് ഞങ്ങൾ ചിന്തിക്കുന്നില്ല. നമ്മൾ മുതൽ മുടക്കിയ പൈസ നമുക്ക് തിരിച്ചു കിട്ടിയാൽ മതി. ഇനി അഥവാ നമുക്ക് ആ പൈസ എക്സ്ട്രാ ലാഭം വരാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ജീവകാരുണ്യ പ്രവർത്തനത്തിന് നമ്മൾ ആ പൈസ ചെലവാക്കുന്നതായിരിക്കും ഒരു ഭാഗം. കാരണം എനിക്ക് തോന്നുന്ന ഒരു 200 ആൾക്കാർക്കും നമുക്ക് ഫണ്ട് നമുക്ക് അറിയില്ല, വരുമോ വരില്ല എന്നറിയില്ല. അറ്റ്ലീസ്റ്റ് 200 ആൾക്കെങ്കിലും ഞങ്ങൾ ഡയാലിസിന്റെ എമൗണ്ട് നമ്മൾ കൊടുക്കുന്നതായിരിക്കും. ഇതിപ്പോ നമ്മള് ചെറിയൊരു ടിക്കറ്റ് വെച്ചിട്ട് ഒരു പ്രവേശന പാസ് വെച്ചിട്ടാണ് ജനങ്ങളുടെ പ്രവേശനം അകത്തേക്ക് കടക്കുന്നത് അല്ലെ? ഒരു ചെറിയൊരു കൺട്രോളിങ്, ഒരു നിയന്ത്രണം ഉണ്ട്. തീർച്ചയായിട്ടും ഭാരിച്ച ചെലവുണ്ട്. റണ്ണിങ് കോസ്റ്റ് ആണ് ഇതിന്റെ ഏറ്റവും വലുത്. അപ്പൊ തീർച്ചയായിട്ടും നമുക്കൊരു ചെറിയ ഫീസ് എന്തായാലും വെക്കേണ്ടി വരും. മിനിമം നമ്മളിപ്പോ ഒരു പ്രതീക്ഷിക്കുന്നത് 100 രൂപയാണ് ടിക്കറ്റ് പ്രതീക്ഷിച്ചിരിക്കുന്നത്. ഇനിയിപ്പോ ഇവിടെ നമുക്ക് വന്നാൽ ഒരുപാട് പാർക്കിംഗ് ഏരിയ ശരിക്കും ഒരുപാടുണ്ട്. കാരണം ഹൈവേയുടെ സൈഡിലൊന്നും വണ്ടിയിട്ട് പോകേണ്ട അവസ്ഥയില്ല, ഇങ്ങോട്ട് തന്നെ ഉള്ളിലേക്ക് ആളുകൾക്ക് വരാം. അപ്പൊ ആ ഒരു പാർക്കിംഗ് എത്ര പേർക്ക് എത്രത്തോളം സൗകര്യമുണ്ട്. അതുപോലെ ഇവിടെ ഫുഡ് കോർട്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞു, അങ്ങനെയുള്ള ഫെസിലിറ്റീസ്. അപ്പൊ ഈ ഒരു കാഴ്ചകൾക്ക് പുറമെ വരുന്ന എല്ലാവർക്കും എൻജോയ് ചെയ്യാനായിട്ട് മറ്റ് എന്തൊക്കെ കാര്യങ്ങളാണ് ഒരുക്കുന്നത്? ഇപ്പോഴത്തെ കണ്ടീഷനിൽ നമുക്ക് ഇവിടെ പാർക്കിംഗ് നമുക്കൊരു 4 ഏക്കറോളം സ്ഥലത്ത് പാർക്കിംഗ് നമ്മളുണ്ട്. ഈ ക്രിസ്മസ് വില്ലേജിന്റെ 2 സൈഡിലും നമ്മൾ പാർക്കിംഗ് സജ്ജീകരിച്ചിട്ടുണ്ട്. കൂടാതെ നമുക്ക് ഇതിന്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് കിടക്കുമ്പോൾ ഔട്ട് സൈഡിൽ നമ്മൾ ഫുഡ് ഫെസ്റ്റ് ഒരുക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ആൾക്കാർക്ക് വലിയ ലൈറ്റ് ആയിട്ട് എൻജോയ് ചെയ്യാനുള്ള ഫുഡും കാര്യങ്ങളൊക്കെ നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. ഇത് സാധാരണ ഈ ഒരു ക്രിസ്മസ് സീസണ് വേണ്ടി മാത്രമാണ് പലയിടത്തും വലിയ രീതിയിൽ ഇതുപോലെ ക്രിസ്മസ് വില്ലേജുകളും മെഗാ പുൽക്കൂടുകളും ഒക്കെ ഒരുക്കാറുള്ളത്. ഇവിടെ ആമ്പല്ലൂരിൽ നമ്മൾ ഇത് ഒരുക്കുമ്പോൾ ഏകദേശം എത്ര ദിവസം വരെ ഉണ്ടാകും, അങ്ങനെ ഒരു കണക്കുകൂട്ടലുണ്ടോ? ഏകദേശം നമ്മൾ ജനുവരി അവസാനം വരെയാണ് നമ്മൾ ഇത് പ്രതീക്ഷിച്ചിരിക്കുന്നത്. ഇനി പിന്നെ ജനങ്ങളുടെ കയ്യിലാണ്. കേരളത്തിന്റെ അറ്റം തൊട്ട് ഈ അറ്റം വരെയുള്ള സന്ദർശകർ വരാണെങ്കിൽ ഒരു പക്ഷെ ജനുവരി കഴിഞ്ഞ് നമുക്ക് കണ്ടിന്യൂ ചെയ്യേണ്ടി വരും. ഇനി നമുക്ക് ഒഫീഷ്യലായിട്ട് അല്ലെ, ഔദ്യോഗികമായിട്ട് നമ്മുടെ പ്രേക്ഷകരെ എല്ലാം നമുക്ക് ക്രിസ്മസ് വില്ലേജിലേക്ക് ഒന്ന് ഇൻവൈറ്റ് ചെയ്യാം. തീർച്ചയായിട്ടും. അപ്പൊ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ തീർച്ചയായിട്ടും ആമ്പല്ലൂർ ക്രിസ്മസ് വില്ലേജിൽ കടന്നു വരണം. ഇതൊക്കെ ഇതിന്റെ മനോഹാരിത കണ്ട് അനുഭവിച്ച് പോകണം. ഇവിടെ ഹൈലൈറ്റ് ആയിട്ടുള്ള കൃത്രിമ മഴയുണ്ട്, മൂന്നാറിന്റെ ഒരു ഫീൽ ഉണ്ട് നിങ്ങൾക്ക്. അത് നിങ്ങൾ വന്നാലേ അറിയുള്ളൂ. ഇനി ഞങ്ങളുടെ ലാഭമൊന്നും ഞങ്ങളൊന്നല്ല നോക്കുന്നത്. നിങ്ങൾ വന്ന് നിങ്ങളുടെ മനസ്സറിഞ്ഞ് പോകുമ്പോഴാണ് ഞങ്ങൾക്ക് സന്തോഷം. അപ്പൊ നിങ്ങൾ തീർച്ചയായിട്ടും ആമ്പല്ലൂർ ക്രിസ്മസ് വില്ലേജ് സന്ദർശിക്കണം. എല്ലാവരും ഓൾ ഫാമിലിനും കൊണ്ട് നിങ്ങൾ വരണം, എൻജോയ് ചെയ്യണം. തീർച്ചയായിട്ടും നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത് സജി പനോക്കാരൻ ചേട്ടനാണ്. ഒപ്പം ഷാജു മാമ്പറമ്പൻ കൂടിയാണ് ഇതിന്റെ പുറകിലുള്ളത്. ഈ മനോഹരമായിട്ടുള്ള ക്രിസ്മസ് വില്ലേജ് ഇത്രയും വിപുലമായ രീതിയിലൂടെ ഒരുക്കിയിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഇതിന്റെ കാഴ്ചകളെല്ലാം കണ്ട് ആസ്വദിക്കാനായിട്ട് നിങ്ങൾ എല്ലാവരും എത്തും എന്ന് ഉറപ്പ് കൊടുക്കുകയാണ് നമ്മുടെ NCTVയും ഇവിടെ. കാരണം NCTVയിലൂടെ ഇത് കണ്ടറിഞ്ഞ് നമ്മുടെ ഈ ഒരു പുതുക്കാട് പ്രദേശത്തുള്ളവരും നമ്മുടെ NCTV എവിടെയൊക്കെ ഉണ്ടോ അവിടെയുള്ളവരെല്ലാം ഓൺലൈനിലൂടെ കാണുന്നവരും ഒക്കെ ഇത് കാണുവാനായിട്ട് തീർച്ചയായിട്ടും ഇവിടെ എത്തിച്ചേരണമെന്ന് ഒരിക്കൽ കൂടി ഈ ഒരു ടീമിന് വേണ്ടി, ക്രിസ്മസ് വില്ലേജ് ടീമിന് വേണ്ടി ഞങ്ങളും ക്ഷണിക്കുകയാണ്. എല്ലാവരെയും ഒരിക്കൽ കൂടി ഈ ഒരു ക്രിസ്മസ് വില്ലേജിലേക്ക് സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു.